ലോകത്ത് ഏത് രാഷ്ട്രത്തിൽ പോയാലും താൻ ഒറ്റയ്ക്കല്ല, തൻ്റെ കൂടെ രാജ്യത്തെ മുഴുവൻ ഇന്ത്യക്കാരും എന്നതാണ് നരേന്ദ്രമോദി ചേർത്തുവെക്കുന്ന സന്ദേശം. ഇസ്രയേലിനും വ്യത്യസ്തമായിരുന്നില്ല. 1.4 ബില്യൺ ഇന്ത്യക്കാരുടെ ആശംസകളും സൗഹൃദത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും സന്ദേശവും ഞാൻ എന്നോടൊപ്പം കൊണ്ടുവരുന്നു എന്നാണ് മോദിയുടെ വാക്കുകൾ. മോദിക്കൊപ്പം മുഴുവൻ ഭാരതീയർക്കും കിട്ടുന്ന സ്നേഹവും ബഹുമാനവും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രയേൽ പാർലമെന്റ് നെസറ്റിൽ നടത്തിയ ചരിത്രപ്രധാനമായ പ്രസംഗത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. ഈ നിമിഷത്തിലും അതിനപ്പുറവും ഭാരതം ഇസ്രയേലിനൊപ്പം ഉറച്ചു നിൽക്കും എന്ന് മോദി പ്രഖ്യാപിച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ക്രൂരമായ ഭീകര ആക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ അപലപിച്ച പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ 140 കോടി ഭാരതീയരും പങ്കുചേരുന്നതായി വ്യക്തമാക്കി. സദസ്സിലുണ്ടായിരുന്ന ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് നീണ്ട കയ്യടികളോടെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളെ സ്വീകരിച്ചത്. ഭീകരവാദത്തിന് ഒരു കാരണവശാലും ന്യായീകരണമില്ല എന്ന് മോദി ആഞ്ഞടിച്ചു. നിഷ്കളങ്കരായ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നത് ഒരു ലക്ഷ്യം വെച്ചാണ് എങ്കിലും ശരിവെക്കാനാവില്ല. ഭീകരവാദത്തിന്റെ വേദന ദീർഘകാലമായി അനുഭവിക്കുന്ന രാജ്യമാണ് ഭാരതവും. 26/11 മുംബൈ ഭീകര ആക്രമണത്തിൽ ഇസ്രായേൽ പൗരന്മാരടക്കം കൊല്ലപ്പെട്ടത് ഞങ്ങൾ മറന്നിട്ടില്ല. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഭാരതത്തിൻ്റെത്. ഇതിൽ ഇരട്ടത്താപ്പുകൾക്ക് സ്ഥാനമില്ല. ഒരിടത്തെ ആക്രമണം ലോകത്തെ മുഴുവൻ സമാധാനത്തെയും ബാധിക്കുമെന്നും അതിനാൽ ഭീകരവാദത്തെ തുരത്താൻ ആഗോളതലത്തിൽ ഏകോപിതമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഭാരതത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഭാരതവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന് മോദി ചൂണ്ടിക്കാട്ടി. 2006 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ താൻ ഇസ്രയേൽ സന്ദർശിച്ചത് അദ്ദേഹം അനുസ്മരിച്ചു. 2017 പ്രധാനമന്ത്രി എന്ന നിലയിൽ നടത്തിയ സന്ദർശനമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത്. ഇന്ന് പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഈ സഹകരണം വൻതോതിൽ വികസിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഭാരതവും സാങ്കേതികവിദ്യയുടെ പവർ ഹൗസായി ഇസ്രയേലും കൈകോർക്കുന്നത് ആഗോള സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും അനിവാര്യമാണെന്ന് മോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ നൽകി ആദരിച്ചു. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ പുരസ്കാരം നേടുന്ന ആദ്യ നേതാവും. ഇസ്രായേൽ പാർലമെന്റിന് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞത് തനിക്ക് ഒരു പദവിയും ബഹുമതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കവേ ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഇസ്രായേലിൽ ഹമാസ് ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ പൗരന്മാർക്ക് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. ഇസ്രായേലിനെ പോലെ ഇന്ത്യയും വളരെ കാലമായി ഭീകരതയുടെ വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് മോദി പറഞ്ഞു. ഈ മഹനീയ സഭയിൽ നിൽക്കാൻ കഴിഞ്ഞത് ഒരു പദവിയും ബഹുമതിയുമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലും ഒരു പുരാതന നാഗരികതയുടെ പ്രതിനിധി എന്ന നിലയിലും മറ്റൊരു നാഗരികതയെ അഭിസംബോധന ചെയ്യുന്നതിനാലുമാണ് ഞാനിത് ചെയ്യുന്നത്. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.